2019 ഒടിയൻ കാരണം ഉണ്ടായ ക്ഷീണം തീർക്കാൻ ലാലേട്ടൻ ഫാൻസിന് ഒരു ഒന്നൊന്നര പടം കിട്ടി. ലൂസിഫർ ഫാൻസിന് മാത്രമല്ല എല്ലാ പ്രേക്ഷകർക്കും ആ സിനിമ ഒത്തിരി ഇഷ്ടമായി. ഹൈ മൊമെന്റ്സും കണ്ടന്റും രാഷ്ട്രീയമൊക്കെ നല്ല വൃത്തിക്ക് ബാലൻസ് ചെയ്ത് പറഞ്ഞു പോയപ്പോ പിറന്നത് മലയാള സിനിമയ്ക്ക് പുതിയൊരു റെക്കോർഡാണ്. അതായത് ലാലേട്ടൻ ഉണ്ടാക്കിയ റെക്കോർഡ് ലാലേട്ടൻ തന്നെ തകർത്തു. അതാണല്ലോ ശീലം. പക്ഷെ ആ സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ എന്ന നടന് കഷ്ടകാലമായിരുന്നു. ദൃശ്യവും ബ്രോഡാഡിയും നല്ല സിനിമയായിരുന്നെങ്കിലും അത് OTT ഇറക്കിയത് കൊണ്ട് അതും ഒരു ക്ഷീണമായി മാറി. പിന്നീട് അത്യാവശ്യം നന്നായിട്ട് ഓടിയത് നേരുന്ന ജീത്തു ജോസഫ് സിനിമയാണ്. എന്നാൽ ഒരു കംബാക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒന്നും അതിലില്ലായിരുന്നു. ഇനി ഒരു സിനിമയിൽ കൂടി മാത്രമേ നമുക്ക് ആ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടുള്ളൂ എന്ന് ജനങ്ങൾ വിധി എഴുതി. ആ സിനിമയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ. എമ്പുരാൻ അനൗൺസ് ചെയ്ത അന്ന് മുതൽ ഫാൻസ് മാത്രമല്ല ലാലേട്ടൻ എന്ന നടനെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരും ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ആ ദിവസവും വന്നെത്തി. പക്ഷെ വിചാരിച്ചതുപോലെ ആ പഴയ ലാലേട്ടനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. കോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തം മാത്രമായപ്പോ ഫാൻസിന് പോലും അത് ഇഷ്ടപ്പെട്ടില്ല. ആകെ ഒന്ന് തിയേറ്റർ ഇളവിയത് ആ ഒരു ജംഗിൾ ഫൈറ്റിലാണ്. പടം പക്ഷെ വെറും ആവറേജ് റിപ്പോർട്ട്സ് വെച്ച് 300 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത്. ഒരേ ഒരു കാരണമേ ഉള്ളൂ അതിന്. ഒരേ ഒരു രാജാവ്, ദി മൈറ്റി മോഹൻലാൽ. പടത്തിന്റെ പ്രധാന പ്രശ്നം ഹൈ മൊമെന്റ്സ് ഒന്നും ഇല്ലാതെ വളരെ ക്ലാസ് കൂട്ടി കണ്ടന്റിൽ മാത്രം ഫോക്കസ് ചെയ്തതാണ്. എന്നാൽ ഈ സിനിമ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു. അതായത് ഈ സിനിമയിലുള്ള ക്ലിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ സിനിമയായി മാറി. ഒരുപക്ഷെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ പടത്തിൽ അത്യാവശ്യം നല്ലൊരു ഹൈ മൊമെന്റ്സും പൊളിറ്റിക്സും കണ്ടന്റും എല്ലാം ബാലൻസ് ആയി പോയേനെ. ഒരു സിനിമയുടെ ക്രൂഷ്യൽ പോയിന്റ്സ് ആണ് ഇൻട്രോ സീൻ, ഇന്റർവെൽ സീനും ക്ലൈമാക്സ് സീനും. ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ ഡെഡ് ആയിരുന്നു. ഇന്റർവെല്ലൊന്നും ഒരു പഞ്ചില്ലാത്ത ഇന്റർവെൽ. ഫസ്റ്റ് ഹാഫിന്റെ ഗ്രാഫ് തന്നെ ഉയർത്താൻ ഇന്റർവെൽ സീനിന് സാധിക്കും. 2020 ലിയോ, വിക്രം പോലത്തെ സിനിമകളിൽ നമ്മൾ അത് കണ്ടതാണ്. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്ത എമ്പുരാൻ സിനിമ കണ്ടു നോക്കാം. വെൽക്കം ടു സ്റ്റോറി ടെയിൽസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്ദിയുണ്ടേ. ഈ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ഇവർ കാണിച്ച വലിയൊരു മണ്ടത്തരമുണ്ട്. ഇതിന്റെ ട്രെയിലർ 3.5 മിനിറ്റിന്റെ ട്രെയിലറിൽ എല്ലാം കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്. ഖുറേഷി അബ്രഹാമിന്റെ ഇൻട്രോ, അതിന്റെ കൂടെ സ്റ്റീഫൻ നെടുമ്പള്ളിന്റെ ഇൻട്രോ. സിനിമ കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ സീൻ ഉണ്ടല്ലോ, മറ്റേ സീൻ ഉണ്ടല്ലോ, കാട്ടിൽ ആ സീൻ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനാണ് അത് ബാധിക്കുന്നത്. ഒരു ആവശ്യമില്ലാത്തൊരു ട്രെയിലർ ആയിരുന്നു. 3.5 മിനിറ്റിന്റെ ട്രെയിലറിൽ എല്ലാം കൊണ്ട് കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ്. എന്തിന്? സിനിമയുടെ മെയിൻ പ്ലോട്ടിൽ ഒന്നായ ജതിൻ രാംദാസ് വില്ലനാണെന്നുള്ള കാര്യം പോലും ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? എന്നാ പിന്നെ ഫുൾ സിനിമ അങ്ങ് യൂട്യൂബിൽ ഇറക്കിയ പോരായിരുന്നു. ആ ട്രെയിലർ സത്യം പറഞ്ഞ ഒന്നാം തരം മണ്ടത്തരമായി പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോട്ടെ. നമുക്ക് സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് സയ്യിദ് മസൂദിന്റെ ജീവിതം അതുപോലെ തന്നെ കാണിക്കാം. കാരണം അതാണല്ലോ സിനിമയുടെ അടിത്തറ. ആ ഒരു സീനിന് നല്ല ഗംഭീരമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സയ്യിദിന്റെ കഥയ്ക്ക് ശേഷം പ്ലേസ് ചെയ്യേണ്ട സീനാണ് ഖുറേഷി അബ്രഹാമും കബൂഗയുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗ്. ലാലേട്ടന്റെ ഇൻട്രോയോ മുഖമോ ഒന്നും കാണിക്കണ്ട. പക്ഷേ അത് ഖുറേഷി അബ്രഹാം ആണെന്ന് എല്ലാവർക്കും മനസ്സിലാകണം. ശേഷം ഈ ഒരു ഡയലോഗ് കൂടി വരുമ്പോ പ്രേക്ഷകറിന്റെ ഉള്ളിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാത്ത ഒരു സീറ്റഡ്ജ് മൊമെന്റ് ആയിരിക്കും അത്. ശേഷം അവിടെ ആ ഒരു അറ്റാക്ക് നടക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അമ്പരന്ന് നിൽക്കുന്ന ആർമി ഫോഴ്സും അവരെ പോലെ തന്നെ കാണുന്ന പ്രേക്ഷകരും നിൽക്കും. ഉടനെ ഈ വിവരം കേരളത്തിലെത്തും. സ്റ്റീഫൻ നെടുമ്പള്ളി നടന്ന അറ്റാക്കിൽ മരിച്ചുവെന്ന്. എല്ലാരും ഞെട്ടി നിൽക്കുന്ന ആ ഒരു ദൃശ്യം കാണിച്ചതിന് ശേഷം എമ്പുരാൻ എന്ന ടൈറ്റിൽ. പിന്നീട് വരുന്ന സീൻ ഒരു 2 മാസം മുമ്പോ അല്ലെങ്കിൽ 1 മാസം മുമ്പോ എന്ന് കാണിച്ചിട്ട് ബൈജു ചേട്ടന്റെ തമാശകളും പൊളിറ്റിക്കൽ സംസാരവും ആ പ്രിയദർശിനിയുടെ ഇൻട്രോയും പിന്നെ ജതിൻ രാമദാസ് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് ജനങ്ങളെ അറിയിച്ചതിന് ശേഷം ബാബയുടെ ഇൻട്രോയും. അങ്ങനെ പയ്യെ കേരളം നാശത്തിലേക്ക് നരകത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെ കാണിച്ച് ബാബ അധികാരത്തിൽ കയറിയാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന നെറികേടുകളൊക്കെ ആലോചിച്ച് പ്രേക്ഷകർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ആ സിനിമയിലെ കഥാപാത്രങ്ങളും കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മഹാരഥന്റെ മുഖം മാത്രമേ വരുള്ളൂ. കേരളത്തെ ഇവരെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, സ്റ്റീഫൻ നെടുമ്പള്ളിക്ക്. അങ്ങനെ എല്ലാ പേരും അദ്ദേഹത്തിന്റെ വരവിനായി കാത്തുനിന്നു. ഇതെല്ലാം കണ്ടതോടെ ഗോവർദ്ധൻ എങ്ങനെയെങ്കിലും സ്റ്റീഫൻ നെടുമ്പള്ളിയെ തിരിച്ച് കേരളത്തിൽ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അങ്ങനെ ഗോവർദ്ധൻ ബൈജുവിനെ പോയി കാണുന്നു. ബൈജു ഗോവർദ്ധനെ റാവുത്തറിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. ഗോവർദ്ധന്റെ ആവശ്യം റാവുത്തറിനെ അറിയിച്ചതിന് ശേഷം ആ സീൻ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യണം. ശേഷം പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് സ്റ്റീഫൻ മരിച്ചെന്ന് എല്ലാവരും അറിയുന്ന ആ ഒരു സീൻ. സ്റ്റീഫൻ നെടുമ്പള്ളിന്റെ വരവിനെ കാത്തുനിന്ന എല്ലാ പേർക്കും അതൊരു നിരാശയായി. കേരള മണ്ണിനെ ഇനി ആര് രക്ഷിക്കും? സ്റ്റീഫൻ മരിച്ച സ്ഥിതിക്ക് ഇനി ആര് വരും അവരെ രക്ഷിക്കാൻ എന്ന സിനിമയിലുള്ളവരെ പോലെ
കാണുന്ന പ്രേക്ഷകരും ഒരു ഭീതിയോടെയും സംശയത്തോടെയും കാത്തിരിക്കുന്നു. അവിടുന്ന് ആ സീൻ കട്ട് ചെയ്തതിനു ശേഷം കാണിക്കേണ്ട സീൻ ഇതാണ്. നെടുമ്പള്ളി പ്രതിഷേധ യോഗത്തിന് പ്രിയദർശിനി പങ്കെടുക്കുന്ന ഈ സീൻ. പ്രസംഗത്തിന് ശേഷം പ്രിയദർശിനിക്ക് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു. മുത്തുവിന്റെ ആൾക്കാരും പ്രിയദർശിനിയെ സംരക്ഷിച്ച് കാട്ടിലേക്ക് കയറ്റുന്നു. ഈ സീനിൽ വെച്ചാണ് പ്രിയദർശിനിയെ പോലെ തന്നെ നമ്മൾ ഞെട്ടുന്നത്. ഒരു ഇടിവെട്ട് ബീജം കൂടി ആവുമ്പോൾ തിയേറ്റർ പൂരപ്പറമ്പാവേണ്ട നിമിഷം. ഇജ്ജാതി മേക്കിംഗ്, ഇജ്ജാതി വിഷ്വൽ, പിന്നെ പറയണ്ടല്ലോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ 1000+ ഓറ. ആൻഡ് ഈ എല്ല് കാണിക്കണമെന്ന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ ഈ ഒരു എല്ല് കാണിച്ചതിന് ശേഷം ഇന്റർവെൽ ആക്കിക്കൂ. അല്ലാതെ ഈ എല്ലും കോലും കയറ്റിയിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു ഫൈറ്റോടെ ഫസ്റ്റ് ഹാഫിന്റെ ഗ്രാഫ് വേറെ ലെവലിൽ എത്തിയേനെ. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഓറ ഫസ്റ്റ് ഹാഫ് മുഴുവനും നിലനിൽക്കുകയും ചെയ്യും. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാജാവ് മടങ്ങിയെത്തി എന്നുള്ള ധൈര്യത്തിൽ നെഞ്ചും വിരിച്ച് നമുക്ക് ഇന്റർവെല്ലിൽ പുറത്തിറങ്ങിയ റിവ്യൂ പറയാമായിരുന്നു. ഇപ്പോൾ ഉള്ള ഫസ്റ്റ് ഹാഫിന്റെ അവസ്ഥ അറിയാലോ. വളരെ സ്ലോ സ്റ്റോറി ബിൽഡിങ്ങും വളരെ ഡെഡ് ആയിട്ടുള്ള ഇന്റർവെല്ലും. എന്ത് പറയാനാ ഇത് കണ്ടിട്ട്? ഒരു സിനിമയാകുമ്പോൾ കണ്ടന്റ് മാത്രമല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രേക്ഷകർക്ക് ഒരു ഹൈ മൊമെന്റ്സ് കൊടുത്താലല്ലേ പറ്റുള്ളൂ. പ്രേക്ഷകർക്ക് നല്ലത് പറയാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഫസ്റ്റ് ഹാഫിൽ? ഇത് ഒന്നുമില്ല. ഖുറേഷി അബ്രാമിന്റെ ഇൻട്രോ ഒഴിച്ച് വേറെ ഒന്നുമില്ല പറയാം. ഖുറേഷി അബ്രാമിന്റെ ഇൻട്രോ ആണെങ്കിലോ ട്രെയിലറിൽ എടുത്ത് ഇടുകയും ചെയ്തു. ഇനി സിനിമയുടെ സെക്കൻഡ് ഹാഫ്. നമുക്കിനി ഒരു അരമണിക്കൂർ ഖുറേഷി അബ്രാമിന്റെ താവളത്തിലേക്ക് പോവാം. ആ ഒരു ഗംഭീര ഇൻട്രോയ്ക്ക് ഫസ്റ്റ് ഹാഫിന് ശേഷം പ്ലേസ് ചെയ്യാം. കാരണം ഫസ്റ്റ് ഹാഫ് കണ്ടതോടെ ഫാൻസ് കോരിതിരിച്ചിരിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഖുറേഷി അബ്രാമിന്റെ വരവും കൂടെ ആവുമ്പോൾ തിയേറ്റർ നിന്ന് കത്തും. അങ്ങനെ ഖുറേഷി അബ്രാമിന്റെ ഇൻട്രോ അവിടെ പ്ലേസ് ചെയ്യാം. കുറച്ച് ഇന്റർനാഷണൽ ഗുണ്ടായിസം ഒക്കെ കാണിച്ചു പോവാം. പിന്നീട് പ്ലേസ് ചെയ്യേണ്ട സീനാണ് ഫസ്റ്റ് ഹാഫിൽ കാണിച്ച ഗോവർദ്ധന റാവുത്തറിന്റെ മീറ്റിന് ശേഷമുള്ള ആ ഒരു സീൻ. ഈ സീൻ വേറൊരു രീതിയിൽ മര്യാദയ്ക്ക് ചെയ്താൽ മതിയായിരുന്നു. ഈ ജ്യൂസും കുടിപ്പിച്ച് കസേരയിട്ട് പാർക്കിലൊക്കെ ഇരുത്തേണ്ട ഒരു ആവശ്യവുമില്ല. അത് പോട്ടെ. അങ്ങനെ ഗോവർദ്ധൻ ഖുറേഷി അബ്രാമിനെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ ഖുറേഷി അബ്രാമും നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. വെറുതെ വരാൻ പറ്റില്ലല്ലോ. ഖുറേഷി അബ്രാമിന്റെ ഇന്റർനാഷണൽ വാർക്ക് അവസാനിപ്പിച്ചേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കബൂഗിയെ കാണാൻ ഖുറേഷി അബ്രാം വരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ ഖുറേഷി അബ്രാമിനെ ആരും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പവർഫുൾ ഗ്യാങ് ഉണ്ടെന്ന് അറിയാമെങ്കിലും അവർ ഡ്രഗ്സിനെതിരെയാണെന്നൊക്കെ അവിടുത്തെ ഏജൻസിന് അറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഖുറേഷി അബ്രാം അത് ചെയ്യുന്നു. തന്റെ മുഖം ലോകത്തെ കാണിക്കുന്നു. പിന്നീട് അവിടെ വെച്ച് സയ്യിദിന്റെ ഇൻട്രോയും കബൂഗ ഗ്യാങ്ങിനെ തീർത്തിട്ട് അവർ നാട്ടിലേക്ക് തിരിക്കുന്നു. അപ്പോഴേക്കും നാട്ടിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മരണ വാർത്ത അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ സ്റ്റീഫൻ വരവറിയിച്ചു. പിന്നീട് വരുന്ന സീൻ, ഈ സീനിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. ഇതിനു ശേഷമുള്ള സീൻ സ്റ്റീഫൻ ജെദിനെ തട്ടിക്കൊണ്ടുപോകുന്നു, ബാബയെ ഭീഷണിപ്പെടുത്തുന്നു. ഇതുവരെ ഓക്കെ. ഇനി റീ അറേഞ്ച് ചെയ്യാൻ ക്ലിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഈ പ്രീ ക്ലൈമാക്സ് ഫൈറ്റ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ ഒരു സീനിന്റെ ആവശ്യമേ ഇല്ല. കട്ട് കട്ട് കട്ട്. പിന്നീട് വരുന്നതാണ് ക്ലൈമാക്സ്. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയത് മുതൽ പ്രേക്ഷകർ കോരിതിരിച്ച് കാത്തിരുന്ന ആ ഒരു ഗംഭീര ക്യാമിയോ. ഈ ചെങ്ങായിയെ മാറ്റിയിട്ട് ആളുകൾക്ക് കണ്ടുപരിചയമുള്ള മുഖമായ 7ാം അറിവിലെ വില്ലനായ ഡോങ്ലിയെ വല്ലതും പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടായേനെ. ഇത് ആൾക്കാർക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് ഹോളിവുഡ് താരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് കണക്ട് ആവുന്ന ഒരു മുതലിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ലൈമാക്സും കത്തി തന്നെ. ഇന്റർവെല്ല് പോലെ തന്നെ ക്ലൈമാക്സും കത്തിയില്ല. ആകെ ഈ സിനിമയിൽ കത്തിയത് ഇൻട്രോ മാത്രം. ബാക്കി എല്ലാത്തിനും തിരികൊളുത്താൻ പറ്റിയെങ്കിലും കത്തിക്കാൻ പറ്റിയില്ല. എന്തായാലും L3 വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇനി എടുക്കുന്ന സിനിമയെങ്കിലും കണ്ടന്റിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ പ്രേക്ഷകർക്ക് ഒന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത്യാവശ്യം ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഉണ്ടാക്കി കുറച്ച് ഹൈ മൊമെന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ 3 ഗംഭീരം തന്നെയാവും. കളക്ഷന്റെ കാര്യം പിന്നെ അന്ന് പറയണ്ടല്ലോ, 500 കോടിക്ക് മുകളിലും പോകാൻ സാധ്യതയുണ്ട്. ആവറേജ് റിപ്പോർട്ട്സ് വെച്ചിട്ട് 300 കോടി അടിക്കാമെങ്കിൽ പോസിറ്റീവ് വന്നുള്ള അവസ്ഥ നമുക്ക് ആലോചിക്കാന്നുള്ളതേ ഉള്ളൂ. ഒരാൾ മാത്രം മതി, അതിലെ നായകൻ മാത്രം മതി നമ്മളെ മലയാള സിനിമയിൽ പുതിയ റെക്കോർഡ് ഇടാനും ഇട്ട റെക്കോർഡ് തകർക്കാനും. എന്തായാലും ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ സിനിമ നിങ്ങളുടെ ഭാവനയിൽ എങ്ങനെ നന്നാക്കാമായിരുന്നു എന്നും കൂടി കമന്റ് ഇടുക.